അപ്പോൾ ഈ പരിപാടിക്കിടയിൽ ബോധപൂർവം ഇങ്ങനെ ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ വിവാദത്തിലേക്ക് വന്നത്. ഇയാളുടെ ചാനലിനെ ഒരു മൂന്നാംകിട ചാനലെന്ന് ഞാൻ വിളിച്ചതിൻ്റെ പിന്നിലുള്ള സത്യമാണ് ഞാൻ പറയുന്നത്. കൂടുതലും ജനറലി ആ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പരദൂഷണം, അല്ലെങ്കിൽ അവനാ കുറ്റം ഇവനെ കുറ്റം, ഏത് വിഷയം തിരഞ്ഞെടുത്തു, ഇയാൾ കാറിലിരുന്നിട്ടാണോ അല്ലെങ്കിൽ റോക്കറ്റിലിരുന്നിട്ടാണോ ഇയാൾ അഭിപ്രായം. പിന്നെ പൊതുവിൽ ഇപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെയും പൊതുവിലുള്ളൊരു സ്വഭാവ സവിശേഷതകൾ നമുക്കറിയാം. ഇവരെങ്ങനെയാണ് ശരിക്കും കഞ്ഞി പിടിച്ച് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും വലിയ പൈസയൊന്നുമില്ല, കുറച്ചൊക്കെ പൈസ ഇടുന്നുണ്ട്, തമ്മിത്തല്ല് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തമ്പുണ്ടാവുക. അങ്ങനെ നമ്മളെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലിക്ക് ചെയ്യിപ്പിച്ച് അതിലെ പരസ്യം കാണിപ്പിച്ച് ഇവർ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ പണം മാത്രം പോരാ. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമ്മിൽ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുക്കുകയും 24 ന്യൂസ് ചാനലിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിവാദമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ ഫോൺ കോൾ എനിക്ക് വരുന്നുണ്ടായി. അപ്പോൾ ഇതെല്ലാവർക്കും ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് മറുപടി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന്. സംഭവിച്ച ഇതാണ്, ഞങ്ങളെ ഈ പരിപാടിയിൽ എന്നോടൊപ്പം അവിടെ ഒരുപാട് VIP കളായിട്ടുള്ള ആളുകളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സായി കൃഷ്ണ എന്ന് പറഞ്ഞൊരാൾ, എന്തൊരു യൂട്യൂബറാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങേരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവാദം പറയുന്നത്. ഇപ്പോൾ സായി കൃഷ്ണ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്ക് എത്രമാത്രം അങ്ങേരെ അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങേര് ഈ കാറിലൊക്കെ ഇരുന്നാണ് എപ്പോഴും വീഡിയോ ഇടാറുള്ളത്. ഒന്നുകിൽ കാറിലുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങേര് ബഹിരാകാശത്തുണ്ടാവും. ഇങ്ങനെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത്. കാരണം കാറിലിരുന്ന് ഓരോ വീഡിയോ ഇടുന്നു, അതിന്മേൽ അത് ഒരുപാട് വിവാദങ്ങളോ വിമർശനങ്ങളോ ഉണ്ടാക്കുന്നു. ഇയാളെ എല്ലാവരും കൂടെ എയറിലാക്കുന്നു. ഇയാൾ വീണ്ടും കാറിൽ വന്നിരുന്ന് അടുത്ത വീഡിയോ ഇടുന്നു, വീണ്ടും എയറിലാകുന്നു. അപ്പോൾ ഒന്നുകിൽ കാറ് അല്ലെങ്കിൽ ബഹിരാകാശം. ഇങ്ങനെയാണ് ഇയാളുടെ ഇത് പോകുന്നത്. അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്, നമ്മളെ വിഷയം അതല്ല. അപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇതിൻ്റെ നമ്മളിവിടെ ക്ലാരിഫിക്കേഷന് പോകുന്നത്. നമ്മളിപ്പോൾ ഇത്തരം പരിപാടികളിലെല്ലാം പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചാനൽ നോക്കുന്നത് ഓരോരുത്തരുടെ ആ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്കനുസരിച്ച് അവർ ഒരു പൈസ കൊടുക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഏത് പരിപാടിക്ക് പോകുന്നതും നമ്മളൊരു ക്യാഷ് വാങ്ങിച്ചിട്ടാണ് ഞാനൊക്കെ പോകുന്നത്. അവർ തരാറുമുണ്ട്. ഇപ്പോൾ ഇങ്ങേർക്ക് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട് എന്തെങ്കിലും കിട്ടിയോ വെച്ചാൽ എനിക്കറിയില്ല, അത് അങ്ങേരാണ് പറയേണ്ടത്. എന്തെങ്കിലും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. കഴിവും സെലിബ്രിറ്റിയുമായിട്ടുള്ള ആളുകൾക്ക് അവർ പണം കൊടുക്കാറുണ്ട്, അതില്ലാത്തവർക്ക് അവർ കൊടുക്കാറുമില്ല. അപ്പോൾ ഇയാളെന്താണ് ഇയാളുടെ അവസ്ഥ എന്നുള്ളത്, ഇയാളൊരു വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല, ചിലപ്പോൾ എന്നെക്കാട്ടൊക്കെ പേയ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. എന്തായാലും കഴിവുള്ളവർക്ക് അവർ പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനും പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു പരിപാടിയെക്കുറിച്ച് വേറെ ഒന്നും നമുക്ക് കൂടുതൽ പറയാനില്ല. അപ്പോൾ ഈ പരിപാടിക്കിടയിൽ ബോധപൂർവം ഇങ്ങനെ ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ വിവാദത്തിലേക്ക് വന്നത്. അപ്പോൾ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം എന്നതായിരുന്നു വിഷയം. അപ്പോൾ അവിടെ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയോ സന്തോഷ് പണ്ഡിറ്റോ ഇതൊന്നും അവിടെ ചർച്ചാ വിഷയമല്ല. പക്ഷേ ഇങ്ങേര് ബോധപൂർവം ഈ സായി കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇങ്ങേര് പറഞ്ഞു നമ്മുടെ സിനിമയെക്കുറിച്ച് കുറച്ച് മോശമായിട്ടുള്ള ചില കമൻസ് ഇയാൾ പറയുകയുണ്ടായി. ശരി, അതായത് അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 250 കോടിയുടെ ബാഹുബലിയോ അല്ലെങ്കിൽ ജുറാസിക് പാർക്കോ അല്ലെങ്കിൽ ഇതെല്ലാം വലിയ വലിയ സിനിമകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ വടവക്കേര് മൂന്നാംകിട എന്നാണ് ഇങ്ങനെ ഉദ്ദേശിച്ചത്. ശരി, അപ്പോൾ നമ്മളെത്തി മറുപടി പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ ഇയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ വെച്ചിട്ട്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇയാളെ കുറിച്ച് പഠിച്ചിട്ടോ. അതുവരെ എനിക്ക് ഇയാളെ കുറിച്ച് കൂടുതൽ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു സായി കൃഷ്ണ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇയാൾ യൂട്യൂബറാണ് എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഏതാണ്ട് ഇയാളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇത് എന്താണ് ഒരു സീക്രട്ട് ഏജൻറ്റോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു മൂന്നാംകിട ചാനൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾ വളരെ അധികാരിയായിട്ടും സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങേരോട് പറഞ്ഞു. അപ്പം മൂന്നാംകിട ചാനൽ എന്നൊക്കെ കേട്ടപ്പോൾ ഇങ്ങേർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ കേട്ടോ. അല്ല ഇയാൾക്ക് ആകെ വിഷമോ, അല്ല അതെന്താണ്, എന്ത് പരിപാടിയാണ്, ഇതെന്താ എൻ്റെ ചാനലിൻ്റെ മൂന്നാംകിട എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ചാനലായാലും അല്ലെങ്കിൽ മനോരമ ചാനലായാലും അല്ലെങ്കിൽ മാതൃഭൂമി ചാനലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന 24 ന്യൂസ് ചാനലാണെങ്കിലും അവരുടെ ഒരു വ്യൂവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ 50 lakhs പ്ലസ് വ്യൂവേഴ്സ് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലും ഇയാളുടെ ചാനലുമായിട്ട് കമ്പയർ ചെയ്താൽ ഇയാളത് മൂന്നാംകിടയല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇയാൾ എൻ്റെ സിനിമയെ 250 കോടിയുടെ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സ്വാഭാവികമായും ഇയാളുടെ ചാനലിൻ്റെയും മറ്റുള്ള വലിയ ചാനലായിട്ട് കമ്പയർ ചെയ്യാമല്ലോ. ഏത് കാര്യത്തിൻ്റെയും ഒരു ഇതെന്താണ്,
നമ്മൾ അതിനെ എന്തുമായി കമ്പയർ ചെയ്യുന്നു? ഇപ്പോൾ 45 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അതിലൊരു കുട്ടി ഏറ്റവും നന്നായി പഠിക്കുന്നു എന്ന് പറയുന്ന ഇതേ കുട്ടിയെ നിങ്ങൾ സ്കൂളിലെ മുഴുവൻ 10ാം ക്ലാസ്സിലുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്താൽ ഈ കുട്ടിക്ക് ചിലപ്പോൾ 12ാം സ്ഥാനമേ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, നിങ്ങൾ ആരുമായിട്ടാണ് ഈ കുട്ടിയെ കമ്പയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ കുട്ടിയുടെ മികവ്. ഇത്രേ വരുള്ളൂ. അത് ചിലപ്പോൾ കേരളത്തിലെ മുഴുവൻ കുട്ടികളായിട്ട് കമ്പയർ ചെയ്ത് തന്നെ ഈ കുട്ടി ചിലപ്പോൾ 60,000 എത്തിയിട്ടുണ്ടാവും റാങ്കിങ്ങിൽ. അപ്പോൾ ഇയാളുടെ ചാനലിനെ ഒരു മൂന്നാംകിട ചാനലെന്ന് ഞാൻ വിളിച്ചതിൻ്റെ പിന്നിലുള്ള സത്യമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള ചാനൽ, വലിയ വലിയ ചാനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇയാളതൊരു മൂന്നാംകിടയാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മളിങ്ങോട്ട് വരുമ്പോൾ നീ അങ്ങോട്ടും പറയട്ടെ. അപ്പോൾ ഇതിന് ശേഷം, ഈ പരിപാടികൾക്ക് ശേഷമാണ് ഞാൻ ഇയാളെ എന്താണ് ഇയാളുടെ സംഭവം എന്ന് നോക്കുന്നത്. അപ്പം ഒരു 3 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇയാളുടെ ഒരു ചാനലും ഇയാളൊന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട്. അതായത് ഒരു പ്രമുഖ നടനുമായിട്ട് അയാളുടെ സിനിമയെക്കുറിച്ച് വളരെ മോശം റിവ്യൂ ഇട്ടു. അപ്പോൾ ഇയാൾ 3 തവണയോ 4 തവണയോ ഇട്ടു, മാക്സിമം ചൊറിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇയാളുടെ ഫോണ് വിളിക്കുകയോ എന്തോ ചെയ്തപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ മൊബൈൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ആ നടൻ ചോദിക്കുന്നുണ്ട്, നീ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല ബ്രോ, ഞാൻ ചെയ്യുന്നില്ല പറയും. അവിടെ കളവാണ്, ആത്മാർത്ഥത. അപ്പോൾ എന്നിട്ട് ഇയാൾ പറയുന്നത്, ഇയാൾ തന്തയ്ക്ക് വിളിക്കുക എന്തൊക്കെയോ പറയും, എന്താട്ടെ ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി ഇദ്ദേഹം റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കേൾപ്പിച്ച് അവിടെ അന്ന് മുതലാണ് ഇയാളുടെ 1ാംകിട ചാനലെന്ന് ഇയാൾ വിളിക്കുന്ന ഇയാളുടെ ചാനലിൻ്റെ തുടക്കം. പിന്നെ ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോസൊക്കെ ഇടുന്നു. കൂടുതലും ജനറലി ആ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പരദൂഷണം, അല്ലെങ്കിൽ അവനാ കുറ്റം ഇവനെ കുറ്റം, എക്സ് വൈയെക്കുറിച്ച് പറഞ്ഞത് ഇതാണ്, വൈ എക്സിനെ കുറിച്ച് പറഞ്ഞ ഇതാണ്, എക്സ് പറഞ്ഞത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു, വൈ പറഞ്ഞത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരാളെ ഭാഗത്തുനിന്ന് പറയുന്നു. ഓക്കെ, ഇതൊക്കെ ഓരോരുത്തരും അരി വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഓരോ കഷ്ടപ്പാടും 10 ഉറുപ്പിക ഉണ്ടാക്കാനുള്ള ഒരു കളികളാണ്. അതൊക്കെ എന്തോ ആവട്ടെ. നമ്മളെ വിഷയം, ഇയാൾ ഏത് വിഷയം തിരഞ്ഞെടുത്തു, ഇയാൾ കാറിലിരുന്നിട്ടാണോ അല്ലെങ്കിൽ റോക്കറ്റിലിരുന്നിട്ടാണോ ഇയാൾ അഭിപ്രായം പറയുന്നതെന്നുള്ള ഒന്നുമല്ല നമ്മളെ വിഷയം. ഇങ്ങനെയുള്ള ഒരാൾ സന്തോഷ് പണ്ഡിറ്റിനെ വിമർശിക്കാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയുള്ളൂ എന്ന് മാത്രമേ ഞാൻ ഇവിടെ ആലോചിക്കുന്നുള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ ഈ ഉപനിഷത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലിങ്ങനെ ഈ ചില കഥാരൂപത്തിലൊക്കെയാണ് നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക. അപ്പോൾ അതിൽ ഒരു കുറുക്കൻ്റെ കഥയുണ്ട്. അപ്പോൾ അതിൽ ഈ കുറുക്കൻ എങ്ങനെയാണ് ഒരു കാര്യത്തെ എങ്ങനെ കാണണം എന്നുള്ള കേട്ടോ നമ്മൾ പഠിപ്പിച്ചു തരികയാണ് ശരിക്കും അത് ചെയ്യുന്നത്. അതായത് നമ്മുടെ കുറുക്കൻ ഒരു കാട്ടുപുറ നടന്നു പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു സിംഹം ഒരു മാൻകുട്ടിയെ കൊന്ന് അതിൻ്റെ പകുതി കഴിച്ചപ്പോൾ തന്നെ സിംഹത്തിന് വയറ് നിറഞ്ഞു. നമ്മളെപ്പോലെ പിറ്റേ ദിവസത്തേക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നൊരു സ്വഭാവം ഈ സിംഹത്തിനൊന്നുമില്ല. അതിനാവശ്യമുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോകും. മാത്രമല്ല, ഒരു വയറ് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഒരു സിംഹത്തിൻ്റെ അടുത്ത് ഒരു മാൻകുട്ടി വന്നാൽ അത് കൊല്ലാറുമില്ല. അല്ലാതെ മാൻകുട്ടീനോടുള്ള പേഴ്സണൽ വൈരാഗ്യമൊന്നും ഈ കഥയിലില്ല. അപ്പോൾ ബാക്കി ഈ ഡെഡ് ബോഡി കണ്ടപ്പോൾ കുറുക്കൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയ ഇത് പതുക്കെ ഇത് കഴിക്കാൻ പോകുമ്പോൾ പെട്ടെന്നൊരു പുലി വന്നിട്ടോ. അപ്പോൾ പുലിക്ക് ഇത് കഴിക്കണം, ഇതാണ് സംഭവം. അപ്പോൾ കുറുക്കനൊരു ഐഡിയ. കുറുക്കൻ പറഞ്ഞു, പുലിച്ചേട്ടാ, അതെ ഇത് സിംഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇദ്ദേഹം കൈ കഴുകി വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ തോട്ടിലേക്ക് പോയതാണെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സിംഹം ചെയ്തു വെച്ചല്ലേ, നീ വേണ്ടാന്ന് വെച്ചിട്ട് പുലി അങ്ങ് പോയി. അപ്പോൾ ഇങ്ങനെ സമാധാനത്തോടെ ഇത് കഴിക്കാൻ പോകുന്നുണ്ട്. കുറച്ച് പൂച്ച, ചെറിയ നായ്ക്കുട്ടി, ഇങ്ങനെയുള്ള പെരിച്ചാഴി ഇങ്ങനെ കുറേ എണ്ണം വരും കേട്ടോ. അപ്പോൾ കുറുക്ക പറയും, ഞങ്ങൾക്ക് വേണം ഇതെന്ന് പറഞ്ഞു വരും. അപ്പോൾ കുറുക്കനങ്ങ് ദേഷ്യം പിടിക്കും, ഓടാവുന്നു, ഞാൻ രണ്ടെണ്ണമായി തന്നാണ്ടല്ലോ എന്നൊക്കെ പറയേ. അപ്പോൾ ഇത് കേട്ട് ഇവർ പേടിച്ച് പോകും. അപ്പോൾ കുറുക്കന് വീണ്ടും സമാധാനം. വീണ്ടും കഴിക്കാൻ പോകുമ്പോണ്ട് കറക്റ്റ് ഒരു കുറുക്കൻ തന്നെ വരുന്നു, എനിക്കും വേണം ഇത് എന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇങ്ങനെ പറ്റും. അപ്പോൾ ഈ കുറുക്കൻ പറയും, നീയും ഞാനും തമ്മിലൊരു യുദ്ധം ചെയ്യുന്നു, ആ യുദ്ധത്തിൽ ആരാണോ ജയിക്കുന്നത് അവൻ ഈ ശവം കഴിക്കുന്നു. ഓക്കെ, ഡൺ. അതായത് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആളുകളുമായി നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തർക്കിക്കുകയോ അല്ലെങ്കിൽ അവരുമായി യുദ്ധത്തിന് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ്, ഒരു കുറുക്കനേക്കാൾ ഇൻ ഓൾ ഇറ്റ് സെൻസ് സ്ട്രോങ് ആണ് ഒരു പുലി. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മളെക്കാട്ടി കഴിവുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അല്പം ബുദ്ധി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് കുറുക്കൻ പറഞ്ഞത്, അതെ ആ സിംഹം എന്നെ നോക്കാൻ ഏൽപ്പിച്ച് പോയതാട്ടാ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പുലിയെ നൈസായിട്ട് ഒഴിവാക്കി. അല്ലാതെ പുലീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ നിന്നോട് യുദ്ധം ചെയ്യുന്ന അറിയാൻ പറ്റും. ശരി. അതേസമയം പിന്നെ കുറുക്കൻ്റെ അടുത്ത് വരുന്നത് ഇങ്ങനത്തെ പെരിച്ചാഴി, എലി, പൂച്ച അങ്ങനത്തെ സാധനങ്ങളാണ്.
ഇത്തരം സാധനങ്ങൾ എന്ന് പറയുന്നത് കുറുക്കനെ ചുറ്റുള്ള കുറുക്കൻ്റെ താഴെയുള്ള സാധനമാണ്. ഇത്തരം സാധനങ്ങളെ സാധാരണഗതിയിൽ അടിച്ചൊതുക്കുക എന്ന് പറയുന്ന രീതി മതി. കാരണം അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇങ്ങോട്ട് പറയാനുള്ള വിവരം അവർക്ക് ഉണ്ടാവണമെന്നില്ല. ഞാനൊക്കെ എപ്പോഴും നോക്കിച്ചാൽ എന്നെക്കാട്ടും വിദ്യാഭ്യാസവും എന്നെക്കാട്ടിയും സംസ്കാരവും എന്നെക്കാട്ടിയും കഴിവുള്ള ആളുകളെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെക്കാട്ടും വിവരമുള്ള ഒരാളോട് സംസാരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം IQ ലെവൽ ഇവർക്ക് കൂടുതലായിരിക്കും. വിദ്യാഭ്യാസമുള്ളവൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് അവർക്ക് IQ കൂടുതലായിരിക്കും. അതേപോലെ തന്നെയാണ് വളരെ സിമ്പിളായിട്ടും വളരെ വിനയത്തോടെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെക്കാൾ മോശമെല്ലാം വരുത്തണമല്ലോ, ഇങ്ങനെ വരും. അതേസമയം നമ്മളെ താഴെയുള്ള ആൾക്കാരോടാണെങ്കിൽ ഒറ്റ ഡയലോഗ് മതി, തീർന്നു. കാരണം അവർക്ക് അടുത്തത് അങ്ങോട്ട് പറയാനുള്ള ലെവലൊന്നും ഇല്ല. അതിനൊരു ജനറൽ നോളജ്, അതിനുള്ളൊരു അറിവ്, അല്ലെങ്കിൽ അവനോ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം വിവരമുള്ളൊരു മനുഷ്യൻ എന്താണ് ചെയ്യുക, ഡോക്യുമെൻറ്റ്സും എവിഡൻസും വെച്ചേ സംസാരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സും എവിഡൻസൊക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അധികം ചൊറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അടുത്ത ഡോക്യുമെൻറ്റ്സ് ഇങ്ങോട്ട് എടുക്കും, പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ. മറ്റവനാണെങ്കിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടികളിലെല്ലാം മുൻകാലങ്ങളിൽ ചില മിമിക്രിക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലുള്ള ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവരെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറുക്കൻ, ഈ പെരിച്ചാഴി, പൂച്ച, ഇങ്ങനെയുള്ള എലി, ഇതിനെയൊക്കെ കാണുന്ന പോലെ എനിക്ക് തോന്നുള്ളൂ. കാരണം വെച്ചാൽ എൻ്റെ താഴെയുള്ള ആളുകളാണ്. അല്ലാണ്ട് ഇവർക്ക് ഒരു കാര്യത്തിന് സന്തോഷം കൊണ്ടിട്ട് മുകളിൽ നിൽക്കാനുള്ള ലെവലില്ല. അത് ഇവർ പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവരോട് സംസാരിക്കുന്നത്. പിന്നെ പൊതുവിൽ ഇപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെയും പൊതുവിലുള്ളൊരു സ്വഭാവ സവിശേഷതകൾ നമുക്കറിയാം. ഇവരെങ്ങനെയാണ് ശരിക്കും കഞ്ഞി പിടിച്ച് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും വലിയ പൈസയൊന്നുമില്ല, കുറച്ചൊക്കെ പൈസ ഇടുന്നുണ്ട്. ഇവരെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും പെണ്ണ് കേസ് പെട്ടിട്ടോ അഴിമതി കേസ് പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും 10 ആളെ കൊന്നു എന്ന് കരുതിക്കോ, ഒരുത്തൻ പ്രമുഖൻ. അപ്പോൾ ഇവർ ഉടനെ ഈ പ്രമുഖൻ്റെ അടുത്ത് ചെല്ലുക, രാഷ്ട്രീയക്കാരനോ സിനിമാക്കാരനോ ആരാട്ടെ, ഏട്ടാ നമുക്കൊരു ഇൻ്റർവ്യൂ ചെയ്താലോ. അപ്പോൾ ഏത് യൂട്യൂബ് ചാനലാണ്, അവൻ തരക്കേടില്ല, 10 ലക്ഷം 76,000 കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, പോട്ടെ എന്നാലും. അപ്പോൾ ചേട്ടനെ പറയാനുള്ള ഒരു അവസരം ഞങ്ങൾ തരാം. മറ്റേന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഇയാളെങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ കാണുന്ന പല പ്രോഗ്രാമും. നമ്മൾ ചോദിക്കുന്നില്ലേ ഇവനൊക്കെ ആയിട്ട് എന്തിനാണ് ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പണം കൊടുത്ത് ഇവരെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്താണ്, ഇപ്പോൾ 10 ആളെ കൊന്നൊരാൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. പറയൂ സാർ ഏതവസ്ഥയിലായി 10 പേരെ കൊന്നേ, പറയൂ സാർ ഏതവസ്ഥയിലായി 10 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് പറയാനുള്ളതിനെ മാക്സിമം കൊടുക്കുക. അതാണല്ലോ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണല്ലോ, അതെന്താട്ടെ. അപ്പോൾ ഈ യൂട്യൂബേഴ്സ്, ഞാൻ ഇയാളെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഞാൻ പറഞ്ഞ ജനറലി പല വളരെ നല്ല രീതിയിൽ കണ്ടൻറ്റ് ചെയ്യുന്ന എത്രയോ യൂട്യൂബേഴ്സ് കേരളത്തിലുണ്ട്. പക്ഷേ ചില യൂട്യൂബേഴ്സ് വെറും ചെയ്യുന്ന എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ഗെയിം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഫിക്ഷനും നോൺ ഫിക്ഷനും ഇത് രണ്ടാണ്. ഒന്ന് സിനിമ, വെബ് സീരീസ്, സീരിയൽ ഇതുപോലുള്ള സാധനങ്ങളാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം. ഈ നോൺ ഫിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാംസ്, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, ഇതൊക്കെ നമ്മുടെ നോൺ ഫിക്ഷനിൽ പെടുന്നതാണ്. ഈ നോൺ ഫിക്ഷനെ അനാവശ്യമായിട്ട് ശരിക്കും ഇത്രയും പൈസ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവരെ നിന്ന് കിട്ടുന്ന ഈ ഒരു പൈസയും പിന്നെ മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങി മറ്റുള്ളവരെ വെളുപ്പിക്കുക എന്നുള്ള ഈ തിയറിയൊക്കെ കൊണ്ടാണ് ഇങ്ങനെ കുറേ ആളുകൾ വരുന്നത്. പക്ക വേസ്റ്റുകളായിട്ട്. കാരണം ഒരു മെസ്സേജ് ഇവർ മറ്റുള്ളവർക്ക് കൊടുക്കാനില്ല, വെറുതെ പരദൂഷണോ അല്ലെങ്കിൽ ചിലരുടെ ഇതിൽ കണ്ടില്ലേ, ഇന്ന നടി മറ്റേ നടൻ്റെ കൂടെയാണോ താമസം, ഇന്ന നടി ഗർഭിണിയാണോ, അതിൻ്റെ തമ്പ് തന്നെ അങ്ങനെയായിരിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ കണ്ടൻറ്റിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിലേക്കും. പക്ഷേ അപ്പോൾ ഒരു കേസിലേക്ക് പോകരുത് കരുതി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ 2 നടന്മാർ തമ്മിത്തല്ല് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തമ്പുണ്ടാവുക. അങ്ങനെ നമ്മളെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലിക്ക് ചെയ്യിപ്പിച്ച് അതിലെ പരസ്യം കാണിപ്പിച്ച് ഒരു പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ആളുകളുടെ എണ്ണം കേരളത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരികയാണ്. ഇത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബും ഫേസ്ബുക്കും പരമാവധി ഇത്തരം ആളുകൾക്ക് പൈസ കൊടുക്കാതെ നോക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ക്രൈറ്റീരിയ, ഞാൻ ഉദ്ദേശിച്ച ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇത്ര കോടി വ്യൂസ് ഉണ്ടെങ്കിൽ അത് മോണിറ്റൈസ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ കുറേ ചവറുകൾ അങ്ങ് ഒഴിഞ്ഞു കിട്ടും. ഇതാണ് സംഭവം. അപ്പോൾ കഴിയുന്ന ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർജി തിരഞ്ഞെടുത്ത വിഷയം നല്ലതായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തെക്കുറിച്ചാണ്. പക്ഷേ എനിക്ക് അതിൽ എത്രമാത്രം അതിൻ്റെ വശങ്ങളൊക്കെ ആളുകൾ അറിയാവുന്ന ആളുകളും അവരെത്രമാത്രം അത് പറഞ്ഞു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇനി പുതിയ നിയമങ്ങൾ വരണം എന്നൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ ഓരോരുത്തർ പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പലപ്പോഴും പറയാനുള്ളൊരു സമയം കിട്ടുന്നില്ലല്ലോ, ആരും കൂടെ അങ്ങനെ വെള്ളം വയ്ക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ പറയുന്നത് നിലവിൽ പുതിയ നിയമങ്ങൾ ആവശ്യമൊന്നുമില്ല ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ സെക്ഷൻ 66C ആയാലും E ആയാലും D ആയാലും കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. അതായത് അനാവശ്യമായിട്ട് കമൻ്റ് ഇടുക, ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഒരാൾ അനാവശ്യമായി പിന്തുടർന്ന് വെറുപ്പിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ 3 കൊല്ലം തടവും ഇതൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഇപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഇതാണ് 99 477 25 911 9947725911. ഞാൻ ഈ നമ്പർ എന്തുകൊണ്ട് കൊടുക്കുന്നു? എനിക്ക് ആത്മാർത്ഥമുള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം ചില ആളുകളുമായി സംവദിക്കുന്നു. അതേസമയം ഇന്നേ വരെ സായികൃഷ്ണൻ ഇന്നേ വരെ അയാളുടെ മൊബൈൽ നമ്പർ ആളുകൾക്ക് കൊടുത്തിട്ടില്ല. ഒരു മെസ്സേജിന് പോലും അയാൾ മറുപടി അധികം കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് സമയം കിട്ടിയ അയാളുടെ ഇതൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നമുക്ക് ആത്മാർത്ഥത വേണമല്ലോ, നമ്മൾ ആളുകളുമായി സംവദിക്കണം. ഇപ്പം ഒരു 1000 മെസ്സേജൊക്കെ വരികയാണെങ്കിൽ ഒരു 10 മെസ്സേജിനെങ്കിൽ മറുപടി കൊടുക്കാം ഏറ്റവും ചുരുങ്ങിയ പക്ഷം. അപ്പം ആ ഒരു ആത്മാർത്ഥത നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. പക്ഷേ ഇങ്ങേർക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇങ്ങേർക്ക് തീരെ ആത്മാർത്ഥത ഇല്ല എന്നുള്ളതാണ്. കാരണം അയാൾ പങ്കെടുത്ത പരിപാടിയുടെ ഒരു പോസ്റ്റ് പോലും അയാളുടെ ഫേസ്ബുക്കിൽ അയാൾ ഇട്ടിട്ടില്ല. അതും വേണമല്ലോ. അപ്പോൾ കുറച്ചുകൂടി ആത്മാർത്ഥത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ പണം മാത്രം പോരാ, അവരെയും നമ്മൾ ഇഷ്ടപ്പെടണം. ഇവിടെ എല്ലാവർക്കും എന്താണ്, നിങ്ങളുടെ മറ്റുള്ളവരുടെ പണം വേണം, അവരുടെ ഡാറ്റ വേണം, അവരുടെ സമയം വേണം, അവരെ വേണ്ട, അവരെ ഇഷ്ടമല്ല, വെറുക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇയാളടക്കമുള്ള എല്ലാ യൂട്യൂബർമാരും നിർബന്ധമായി അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, ആളുകളുമായി കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്യണം. അതേപോലെ തന്നെ യൂട്യൂബും ഫേസ്ബുക്കും എത്രയും പെട്ടെന്ന് ചെയ്യണം വെച്ചാൽ ഇതേപോലുള്ള ആളുകളുടെയൊക്കെ മൊബൈൽ നമ്പർ, ഇതേപോലുള്ള ആളുകൾ എന്നല്ല ഞാൻ പറയുന്ന എല്ലാ ടൈപ്പ് ആളുകളുടെയും മൊബൈൽ നമ്പറും അവരുടെ ID എല്ലാം വാങ്ങിച്ച് 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ നടത്തണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഫേക്ക് ID ഒരുപാട് വരുന്നുണ്ട്. ശരിക്കും ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം എന്ന് പറയുമ്പോൾ ഫേക്ക് ID ആണ്. അപ്പോൾ ഈ ഫേക്ക് ID ഒഴിവാക്കാൻ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ വേണം. ദാറ്റ് ഈസ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു പേജ് തുറക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലേ എനിക്ക് തുടങ്ങാൻ പറ്റൂ. കാരണം അവർ ഐഡൻറ്റി കാർഡ് ചോദിക്കുന്നു, ഈ ഐഡൻറ്റി കാർഡിലെ പേരേ എനിക്ക് അവിടെ ഇടാൻ പറ്റും, അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിടാൻ പറ്റില്ല. ഈ രീതി. അതേപോലെ നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നു, അത് നമ്മൾ കൺഫേം ചെയ്യുന്നു. അപ്പോൾ ആ മൊബൈൽ നമ്പർ അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങളും പരദൂഷണങ്ങളും പരിധി വിടുകയാണെങ്കിൽ ആളുകൾക്ക് അതിൽ പോയി ചോദിക്കാമല്ലോ, ഏട്ടാ അതെന്താണ് സംഭവം എന്ന് പറയുമ്പോൾ അതിനൊരു മറുപടി കിട്ടുമല്ലോ. നന്ദി, നമസ്കാരം.